വരണടാ. ആര്? ഫർസാന സംസാരിച്ചോളൂ. ഞങ്ങൾ പോകാണ്. ഇത് നമ്മള് ചന്ദ്രനിൽ കാണുമ്പോണ്ടാ. വെൽക്കം ഫർസാന. താങ്ക് യു. അല്ല എന്താ കാര്യം? നിങ്ങൾ പറയണ്ടല്ലോ സയണിസം തെറ്റല്ലാന്ന്. അപ്പം സയണിസം എന്ന് പറഞ്ഞാൽ ജൂയിഷ് സ്റ്റേറ്റ് ഉണ്ടാക്കാണ്. അപ്പൊ ഈ ജൂയിഷ് സ്റ്റേറ്റ് ഉണ്ടാക്കണ എവിടാണ്? പലസ്തീൻസ് താമസിച്ച ആറിതാണ്. അപ്പൊ അതാണ് എന്റെ ചോദ്യം. നിങ്ങൾ ഏത് വർഷം പോലെ തുടങ്ങണേന്ന് പറയൂ. 1948. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച അടക്കല്ല പണ്ടാണ്. അപ്പൊ 1948 മുതലേ നിങ്ങൾ എടുക്കുള്ളൂ? അല്ല, അതിന് മുന്നേ എടുക്കും. 2000 ഇയേഴ്സ് ഒക്കെ നമുക്ക് ട്രാവൽ ചെയ്യാം. ഒന്നും പണയല്ലേ. എന്താ പറയാ, ജ്യൂസിന് ഇസ്രായേലിൽ നിന്ന് മാറ്റുന്നത് റോമൻസ് ആണ്. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. നേരത്തെ ഒരാൾ പറഞ്ഞു അതും മുസ്ലിംസ് ആണ് ചെയ്തതെന്ന്. അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിന്റെ ഇടയിൽ മുസ്ലിംസ് ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ ഇടയിൽ എങ്ങനെ മുസ്ലിംസ് ഉണ്ടാവുക? 1400. സോറി മുഹമ്മദ് നബി ബനു ഖുറൈലയിൽ എന്താ ചെയ്തത്? മുഹമ്മദ് നബി ബനു ഖുറൈല കൂട്ടക്കൊല കേട്ടിട്ടുണ്ടോ? അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോ എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? ഇല്ല, കേട്ടിട്ടില്ല. കേട്ടിട്ടില്ലേ? ഇല്ല. ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത്. തുണി പൊക്കി നോക്കിയിട്ട് രോമ വളർച്ച നോക്കിയിട്ട് കുട്ടികളുടെ തല വെട്ടിയത് ആരാണ്? അറിയൂല. ഓപ്ഷൻസ് തരാം. എനിക്ക് അറിയില്ല. ഓപ്ഷൻസ് തന്നിട്ട് കാര്യമില്ല. എന്നാലും ഒരു ശ്രമം നടത്താലോ. അന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് എന്നെ തിരുത്താൻ വരരുതെന്ന്. അത് വളരെ ഈസി ആയിട്ടുള്ള ഓപ്ഷൻസാ. ഓപ്ഷൻ 1 ആരിഫ് ഹുസൈൻ തെരുവത്ത്. ഓപ്ഷൻ ബി സൽമാൻ അൽ മുർത്തദ്. ഓപ്ഷൻ സി നിഷാദ് കൈപ്പള്ളി. ഓപ്ഷൻ ഡി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ്? എനിക്ക് അറിയൂല. ഇതിൽ 4 പേരിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നില്ലേ? അറിയാമല്ലോ, ലൈഫ് ലൈൻ വേണം സാറേ. ഓഡിയൻസ് പോൾ. അതെ, ഓഡിയൻസ് ഖുർജി പ്ലീസ് ലോക്ക് ഓപ്ഷൻ ഡി. മുഹമ്മദ് നബിയാണ് അത് ചെയ്തത്. തെണ്ടിത്തരം മാത്രമേ കയ്യിലുള്ളൂവെങ്കിലും ആള് വാരാമ ചെറ്റയാ. അറിയോ? മുഹമ്മദ് നബിയോ? ഇല്ല, അറിയില്ല. കാരണം എന്റെ മദ്രസയിൽ ഞാൻ 8 കൊല്ലം മദ്രസ പഠിച്ചിട്ടുണ്ട്. ഒരു കാര്യമില്ല. ഇന്നേ വരെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. എനിക്കറിയാവുന്നിടത്തോളം ഇദ്ദേഹം വളരെ ഡീസന്റും മാന്യനും വിനയകുനേനുമാണ്. നിങ്ങളാണ് ആദ്യമായിട്ട് പറയുന്നത്. ഇത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. നിങ്ങൾ 8 വരെയല്ലേ പഠിച്ചുള്ളൂ. അതിന്റെയാണ്. മദ്രസ 9 ഇല്ല. നിങ്ങൾക്കില്ല, അതിന്റെ പ്രശ്നമാണ്. ഞങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. 12ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അപ്പോഴോ പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം ഒരു സെക്കൻഡ്. അപ്പൊ നമുക്ക് ഇത് കേൾക്കാം. ബനു ഖുറൈല കൂട്ടക്കൊലയെ കുറിച്ച് നമുക്ക് ഇന്ന് പഠിക്കാം. എന്ത് പറയുന്നു? ഞാൻ ചോദിക്കുന്നത് സയഡിസം തെറ്റാണോ അല്ല എന്നാണ്. അപ്പൊ അതിനെ കുറേതാടെ ഹദീസുകൾ ലിങ്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യാം. എന്തൊരു ഗതികേടാണ് ഈശ്വര. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ഹദീസ് നമ്മൾ എടുക്കുന്നു. അതായത് ഒരു വിഷയം അല്ല, നിങ്ങൾ പറഞ്ഞത് ഇതിന്റെ ഇടയിൽ മുസ്ലിങ്ങളെ തിരികി എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. തിരികിയതല്ല, അത് അവിടെ ഉള്ളതാണ്. എങ്ങനെയാന്നുള്ളതിന്റെ ഉദാഹരണമാണ് കാണിച്ചു തരാൻ പോണത്. ഓക്കെ, ബനു ഖുറൈല കൂട്ടക്കൊലയാണ് അതിൽ ഒരു ഉദാഹരണം. അത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയില്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള എങ്ങനെയാണ് മുഹമ്മദ് നബി അത് ചെയ്തത് എന്നുള്ളതിന്റെ ആ പശ്ചാത്തലമൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയൊരു ഹദീസ്. അതിൽ ബനു ഖുറൈല കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കുട്ടി തന്റെ അനുഭവം പറയുകയാണ്. ഓക്കെ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെടുക്കണം? ഗൂഗിൾ എടുക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന ഈ കീവേഡ്സ് നിങ്ങൾ അടിച്ചിട്ട് സെർച്ച് ചെയ്യുക. കിൽ പ്യൂബിക് ഹെയർ. ഇത് കൈപ്പള്ളിക്ക് അതൊന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായി. ആ സെർച്ചിങ് പ്രോസസ് അടക്കം. ഫസ്റ്റ് ഹദീസ് അതാണ്. വരാനുള്ളത് വഴി തന്നെ. കിട്ടിയില്ലേ? മതി. ഐ ഹേർഡ് ഹൂസ് പ്യൂബിക് ഹെയർ ഹാഡ് ഗ്രോൺ വർ കിൽഡ്. പുരുഷന്മാരെ മൊത്തം അവമാനിക്കാൻ തന്നെ പോലെ ഒറ്റ മതിയല്ലോ. ഇതേതാണ്? ഇതെന്താ ഇതിന്ന് മനസ്സിലായത് ഫർസാന? ഇനി ആരും സൂത്രം കാണിച്ചാ ഹദീസ് അല്ലേ? ഹദീസ് എടുക്കൂലേ? ഹദീസിൽ സഹീഹായ ഹദീസ് ഉണ്ട്, അതുപോലെ തന്നെ സഹീഹ് അല്ലാത്ത ഹദീസ് ഉണ്ട്. അത് സഹീഹാണല്ലോ. ഇത് സഹീഹാണ്. ഇത് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുത്തോ. സഹീഹ് ഗ്രേഡ് സഹീഹ് ദാറുൽ സുനൻ ഇബ്നു മാജ. കണ്ടില്ല? എന്തുകൊണ്ട് ഞാൻ അതിനെ വിശ്വസിക്കണം? നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. പല ഹദീസും നിങ്ങൾ പറഞ്ഞ ഇപ്പൊ ഹദീസ് ഇന്നലെ താത്ത പറഞ്ഞത് ഇത് എടുക്കൂലെന്നാണ്.
അത് ഇത് മറ്റേ എന്താ ഞാൻ പറയാ, നിങ്ങളെക്കാട്ടി പ്രായം കുറഞ്ഞ കുട്ടിയാണ്. ഇങ്ങനൊന്നും എന്നോട് സംസാരിക്കില്ലേ വേഗം. നമ്മൾ ബഹുമാനിക്കണമല്ലോ മനുഷ്യരെ. വേണ്ട, ഇത് നോക്ക്, സഹീഹ് ദാർ, നിങ്ങൾ ചോദിച്ചു സഹീഹാണോന്ന് ചോദിച്ചു, സഹീഹാണ്. വേണ്ട, അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഇത് എന്തെടുത്ത് കാണിച്ചാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ എന്ത് ഇതാ ഉള്ളതാണ്. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോ ഖുറാനിൽ ഇറങ്ങിയിട്ടുണ്ടോ? ഇത് ഹദീസാണ്. ഖുറാനിൽ എങ്ങനെ ഇത് വരും? നിസ്കരിക്കണ ഖുറാനി ഞാനിത് മദ്രസ പഠിച്ച ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു. ഹദീസിൽ തന്നെ ചിലത് പലരും കൂടി ചേർത്തിട്ടുണ്ട്. അല്ല, ഖുറാനിൽ വേറെ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് എടുത്തോണ്ട് വരണോ? എന്റെ പൊന്ന് ഫർസാന, ഖുറാനിൽ വേറെ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ചരക്കൊക്കെ നമ്മൾ ഇവിടെ കുറെ കണ്ട്, ഇതൊക്കെ മാറ്റി വെക്ക്. സി ഫർസാന ആദ്യം ചിന്തിക്കേണ്ട എത്ര കാര്യമുള്ളൂ. ഓക്കെ, ആരിഫ് ഹുസൈൻ, കൈപ്പള്ളി, മുർത്തദ്, ഇതുപോലെ കുറേ ആളുകൾ ഇവിടെ വന്നിരുന്നിട്ട് ഇതുപോലെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളിവിടെ തെറ്റായ സാധനം ഡിസ്പ്ലേ ചെയ്ത് അടുത്ത ദിവസം നമ്മൾ ഉസ്താദുമാർ പഞ്ഞിക്കിടില്ലേ? അതറിയുന്ന ആളുകളല്ലേ നമ്മളിവിടെ തെറ്റായ സാധനം ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു തോന്നുന്നുണ്ടോ ഫർസാനയ്ക്ക്? അതെങ്കിലും ചിന്തിച്ചൂടെ? അതെങ്കിലും ചിന്തിച്ചൂടെ? അത്ര പെട്ടെന്ന് കീഴടങ്ങുന്നതിൽ അർത്ഥമില്ലല്ലോ. താഴ്ന്നു പോകാൻ പാടുണ്ടോ? ഒരു വഴി അറിയുമ്പോ 9 വഴി തുറക്കുന്നല്ലേ? അല്ലാതെ ഇപ്പൊ നമുക്ക് സമാധാനപ്പെടും സഹോദരി. പറയട്ടെ. അപ്പൊ നമ്മൾ പറയുന്നത് നിങ്ങൾ തെളിവ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ, തെളിവ് കാണിക്കുമ്പോൾ അത് ജൂതൻ എഴുതിയതാണ്, അത് തെറ്റായിക്കൂടെ, ഇമാതിരിയുള്ള സാധനമൊന്നും ഇവിടെ ഇറക്കരുത്. എന്ത് കാര്യം പറഞ്ഞു വരുന്നേ? ഇവിടെ നിങ്ങളെന്താ പറഞ്ഞത്? ഈ ജൂതന്മാരെ കൂട്ടക്കൊല നടത്തിയത് റോമൻസ് മാത്രമാണ്, അതുപോലെ കുറച്ചാൾ, അതിനകത്ത് മുസ്ലിങ്ങൾക്ക് പങ്കില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. മുസ്ലിങ്ങൾ കൊന്നു തള്ളിയിട്ടുണ്ട്, മുഹമ്മദ് നബി തന്നെ കൊന്നു തള്ളിയിട്ടുണ്ട്, മുഹമ്മദ് നബിക്ക് ശേഷവും കൊന്നു തള്ളിയിട്ടുണ്ട്. നിങ്ങൾക്ക് ജെറൂസലം മുഫ്തി ഹുസൈനിയെ അറിയോ? അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. ഹുസൈനിയെ കണ്ടിട്ടുണ്ടോ? ചിത്രം കണ്ടിട്ടില്ല. ഹുസൈനി ജെറൂസലം മുഫ്തി ആയിരുന്നു, ഗ്രാൻഡ് മുഫ്തി. പുള്ളി ഹിറ്റ്ലറെ പോയി കണ്ടിട്ട്, ഹിറ്റ്ലറെ അറിയോ? അറിയും. അതെ, പലരും പറഞ്ഞ് പഴകിയതാണെങ്കിലും പേഴ്സണലായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ജൂതന്മാരെ കൊന്നു തള്ളണം എന്നൊരു ആശയം മുന്നോട്ട് വെക്കുന്നത് ആര് തന്നെയായാലും അതിനെ നിങ്ങൾ തള്ളുമോ കൊള്ളുമോ? തള്ളും. ഇവിടെ ഇരിക്കുന്ന ഈ പറയുന്ന ഈ മുതലാളി, ഇസ്ലാമിൻ്റെ ഒരു നേതാവ്, മുഫ്തി, ഗ്രാൻഡ് മുഫ്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇസ്ലാമിക പണ്ഡിതൻ. നിങ്ങൾ 8ാം ക്ലാസ് വരെയാണ് മദ്രസയിൽ പഠിച്ചിരുന്നെങ്കിൽ മൂപ്പര് മദ്രസയിലെ പഠനം നിർത്തിയിട്ടില്ല, PhD ആണ്. അപ്പോൾ ഇസ്ലാമിൽ മദ്രസയിൽ PhD എടുത്ത ആളാണ് ആ ഇരിക്കുന്നത്. ഓക്കെ, കണ്ടിട്ടുണ്ടോ അത്? ഇല്ല. ഇദ്ദേഹം എന്താ സംസാരിക്കുന്നതെന്ന് അറിയോ? ഞങ്ങളുടെ നാട്ടിലും കുറച്ച് ജൂതന്മാരുണ്ട്, നിങ്ങളുടെയും നമ്മളുടെയും, അതായത് ഹിറ്റ്ലറിനോട് പറയാണ്, ഹിറ്റ്ലറിൻ്റെയും ഞങ്ങളുടെയും കോമൺ എനിമീസാണ് ജൂതന്മാർ. അതോടൊപ്പം ബ്രിട്ടീഷുകാരും വേറെ കുറേ ആളുകളെയും പറയുന്നുണ്ട്. അതിൽ ജൂതന്മാരെ കൊല്ലണം, അതിനു വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യണം, ഞങ്ങളും സഹായിക്കാം എന്നാണ് ഇരുന്നിട്ട് ഈ മദ്രസ പഠിച്ച മുതലിരുന്നിട്ട് പറയണത്. വണ്ടി എടുക്കട്ടെ മോളെ. അതിന് അയാൾ ഇരുന്ന് പറയുന്നത് എന്താണ്? മതത്തിലെ നിയമങ്ങളും ആ മതം പഠിപ്പിക്കുന്ന സാധനമാണ്. അവസാനത്തെ ജൂതനെ കൊന്നു തള്ളുന്നവരെ ലോകാവസാനം സംഭവിക്കില്ല എന്ന ഹദീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് ജൂതന്മാരും ക്രിസ്ത്യാനികളെയും മുഴുവൻ ആട്ടി ഓടിക്കണം, ഇവിടെ മുസ്ലിങ്ങൾ മാത്രം മതി എന്ന് പറയുന്ന ഹദീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പിന്നെ എന്തുട്ടാ ഇസ്ലാമിൽ? നിങ്ങൾക്ക് എന്താ ഇസ്ലാമിൽ അറിയാം? ഇസ്ലാമില് ബാക്കിയുള്ളവരെ സഹായിക്കാനും എല്ലാ മതങ്ങളെയും റെസ്പെക്ട് ചെയ്യാനും. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഒന്നുകൂടി ഒന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തേ. പക്ഷേ അമ്മ ഒരിക്കലും പൊറുക്കാത്ത, അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. അതായത് ഒരാള് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫോർ എക്സാമ്പിൾ, അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭിചരിച്ചില്ല, ഒരു തെറ്റും അയാൾ വേറെ ചെയ്തില്ല, എല്ലാവർക്കും നല്ല സേവനം ചെയ്തു, അയാൾ സ്വർഗത്തിലെത്തുവോ? ഇസ്ലാം പറയുന്നില്ല. എന്തുകൊണ്ട്? ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മാത്രം. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? എന്നൊരു വരി ഊതരുത്. പാക്ട് ഓഫ് ഉമർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്ത് പാക്ട് ഓഫ് ഉമർ? ഇല്ല, കണ്ടിട്ടില്ല. ഉമറിന്റെ ഭരണം എന്ന് കേട്ടിട്ടുണ്ടോ? ഉമറിന്റെ ഭരണം മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. ഉമറിന്റെ ഭരണത്തിന്റെ അടിയിൽ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും അവസ്ഥ എന്തായിരുന്നു വല്ല പിടിയുണ്ടോ? ചെറുങ്ങനെ ഐഡിയ ഉണ്ട്. എന്തായിരുന്നു ആ പിടി? അതായത് ഉമർ ഈ പലസ്തീൻ പിടിച്ചെടുത്തതിനു ശേഷം ജ്യൂസിന് അങ്ങോട്ട് തിരിച്ചു വരാൻ അനുവദിച്ചിരുന്നു. അതിനുശേഷമാണ് അവിടെ ജ്യൂസ് ഉണ്ടായത്. ഇത് ശരിയാണോ തെറ്റാണോ? ഇത് സ്ക്രീൻ കാണുന്നില്ല എന്ന് തോന്നുന്നു.
താത്ത സ്ക്രീൻ കാണുന്നില്ല. ദേ പാക്ട് ഓഫ് ഉമർ. പാക്ട് ഓഫ് ഉമറിന്റെ കീഴിൽ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അണ്ടർവെയർ ഇടാൻ നേരം കിട്ടിയിട്ടില്ല. ആ സാധനത്തെയാണ് ഇപ്പോൾ താത്ത ഇവിടെ ഒറ്റ സെന്റൻസിൽ വെളുപ്പിച്ചത്. ഇത് ഏത് മദ്രസയെന്നാ പഠിച്ചത്? മുജാഹിദ് മദ്രസ. പോട്ടെ. വരേ മമ്മി.